ആ തൂണിൻ്റെ അവിടെ ആയിട്ട് നിർത്തും, ഇവിടെ ചവിട്ടും, ഇവിടെ നിൽക്കും. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതാരാ, ഫ്രണ്ടാണോ? അല്ല. അപ്പം ബന്ധുക്കാരായിരിക്കും ഇല്ലയോ? അല്ല. അയലത്തെ വീട്ടിലെ ചെക്കനായിരിക്കും ഇല്ലയോ? അല്ലെന്ന്. അപ്പം ഭാര്യയുടെ ആങ്ങളായിരിക്കും. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഓ, ആ പരനാറിയൊന്നും അല്ലെന്ന്. പിന്നെ ഇതാര്? ഡ്രൈവറാ. എന്തോന്നാ? ഡ്രൈവർ കേട്ടിട്ടില്ലയോ? ഇല്ലിരിക്കുന്ന ആക്ടിവിക്ക് ഡ്രൈവറോ? എന്താ പറ്റത്തില്ലേ? അങ്ങനെ നിനക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ല. നമുക്ക് ലൈസൻസ് എടുത്താലോ? എനിക്ക് വലിയ താല്പര്യം. എടാ, നീ എന്റെ കൂടെ ഒന്ന് കൂട്ടിന് വാടാ. കഷ്ടമുണ്ട്. ഫുഡൊക്കെ മേടിച്ചു തരേണ്ടി വരും. അത് ഞാൻ മേടിച്ചു തരാം. മേടിച്ചു തരാം. അല്ലടാ, എന്റെ ഇപ്പൊ ലൈസൻസ് എടുക്കാനാ പൈസ ഇല്ല, അതുകൊണ്ടാണ്. എടാ, പൈസ ഇല്ലേ? പൈസയൊക്കെ ഞാൻ തരാം. നീ എപ്പോഴേലും തിരിച്ചു തന്നാൽ മതി. അതല്ലടാ, നിന്റെ പൈസ മേടിച്ച് ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ആവശ്യം. നീ ഒന്ന് പേപ്പറിൽ എടുത്തിട്ടുണ്ടേ? എടുത്തിട്ടുണ്ട്. എടാ, ലേണേഴ്സിന് വേണ്ടുന്ന പേപ്പറിൽ എടുത്തിട്ടുണ്ടേന്ന്. എല്ലാം പഠിച്ചായിരുന്നോ? ഞാൻ ഒരു ലിങ്ക് അയച്ചു തന്നായിരുന്നു. എന്തോടോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ? അതെ, ഞാൻ ആദ്യം പോവാം. വിളിക്കുമ്പോ ഓടാ, ഇവിടെ ആരെങ്കിലും പറഞ്ഞാ പോകണ്ട. സാർ. എടാ, ഇതിനകത്ത് SSLC സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അയ്യോ, എടുക്കാൻ മറന്നു സാറേ. ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോ 2 ആഴ്ച അവധിയാ. അത് കഴിഞ്ഞ് ലേണേഴ്സ് എഴുതിക്കോ. നീ 10ന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തായിരുന്നോ? നീ പറഞ്ഞ ഏതാണ്ടെല്ലാം കോപ്പും ഞാൻ എടുത്തോണ്ടായിരുന്നു. എന്നാ ചെല്ല്. അടുത്ത ആഴ്ച ചിലപ്പോ എന്റെ കൂടെ ചിലപ്പോ വരേണ്ടി വരും. അതാ ആ റൂമിലോട്ട് പോയി ലേണേഴ്സ് എഴുതി പോ. എടാ, അടുത്ത ആഴ്ച എഴുതിയാ പോരെ? എടാ, പോടാ അങ്ങോട്ട് ചുമ്മാ. പോയിട്ട് വരാം. എഴുതാൻ പറഞ്ഞു. അറിയാവുന്നതെന്ന് തോന്നുന്നില്ല. എടാ, ഇത് നമ്മള് വണ്ടി ഓടിക്കുമ്പോ കാണുന്ന സിഗ്നൽ ആയതൊക്കെ മിക്കവാറും ഞാൻ ജയിക്കും. ഇവിടെ ചപ്പാത്തിന്റെ പടം കാണിച്ചിട്ട് ഇത് എന്തുവാന്ന് സംഭവം എല്ലാവർക്കും അറിയത്തില്ലയോ? പൊട്ടൻ ചോദ്യമൊക്കെ എന്തുവായി? എടാ, ഞാൻ മാക്സിമം പൊട്ടിക്കാൻ നോക്കി, പക്ഷെ കറക്കി കുത്തിയല്ല, ശരിയായി പോയി. കുഴപ്പമില്ലടാ, അടുത്ത ആഴ്ച നിന്റെ കൂടെ ഞാൻ വരാം. പക്ഷെ അതല്ലടാ കുഴപ്പം, ഒരു 3000 രൂപ ഇവിടെ കൊടുക്കണം. പറഞ്ഞായിരുന്നല്ലോ തരാമെന്ന്. കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, വരുന്നുണ്ട്. അന്നൊന്നും എനിക്ക് സപ്പോർട്ടാ. എനിക്ക് ഫുഡ് മേടിച്ചു തന്നാൽ മതി, വേറെ പൈസ ഒന്നും തരണ്ട. വരാം, കൂടെ വരാം. എടാ, ലൈസൻസിൽ അങ്ങനെയൊന്നും കാണിക്കത്ത് തോന്നില്ലടാ ഇന്ന ഡേറ്റിലൊന്നും. എടാ, നമ്മൾ ഫുഡ് എവിടുന്നാ കഴിക്കുന്നേ? വീട്ടിൽ പോയി കഴിയടാ. എടാ, വിശക്കുന്നുടാ, അതുകൊണ്ടാ. ലൈസൻസ് കിട്ടി. ഭയങ്കര സ്ലോ ആയിട്ട് കിട്ടേണ്ട സാധനം. ഈ ആർട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ട, പെട്ടെന്ന് സാധനം വന്നു. കണ്ട് സന്തോഷം. നാളെ എന്റെ ലേണേഴ്സാ. ഓൾ ദ ബെസ്റ്റ് അളിയാ. നാളെ എനിക്ക് ഹെവിയുടെ ലൈസൻസ് എടുക്കണം. ഞാൻ എറണാകുളം വരെ പോകാൻ പറ്റും. അപ്പം എൻ്റെ ബസ് ഓടിച്ചാലേ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നും ഈ പരിപാടി ഇല്ല. പോയി എഴുതിട്ടൊക്കെ വാ. ഓക്കെ, പോയിട്ട് വാടാ. കിട്ടാ അവിടെ പോകാനാ. ഇതൊക്കെ MVD കൊട്ടക്കണക്കിന് ഇരിക്കില്ലേ ലൈസൻസ് ഒക്കെ? നിൽക്കും, കിട്ടും. ഹലോ എടാ, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ലൈസൻസ് എടുത്തില്ലായിരുന്നു. വീട്ടുകാർക്ക് നല്ല പ്രതീക്ഷ. എന്നോട് പറഞ്ഞ് പൈലറ്റിൻ്റെ ലൈസൻസും കൂടെ എടുക്കാൻ. ഞാനതുകൊണ്ട് ഹൈദരാബാദിൽ പോവാം. 2 ദിവസം ടെസ്റ്റിൻ്റെ കാര്യമുള്ളെന്ന് പറയുന്നത് കേട്ടു. എല്ലാവർക്കും ഒരു ഇതുണ്ടാ എന്നെ. ഇപ്പം പോയി എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നീ എപ്പോഴത്തേനും 2 വീലറിൻ്റെ എടുത്ത് വെക്ക്, ഞാൻ എത്തിയേക്കാം. ഓക്കെ, ഇന്ന് പൈലറ്റ്, നാളെ മെട്രോ, അത് കഴിഞ്ഞ് റോക്കറ്റ്, എല്ലാത്തിനും എടുക്കും. വാട്ട് എ റിവെഞ്ച് സ്റ്റോറി. ഇതാണ് നമ്മുടെ വണ്ടി. കൊള്ളാം, നല്ല വണ്ടി. അല്ല, നമുക്ക് ഒരുമിച്ച് ലൈസൻസ് എടുത്താലോ? ഓ, ലൈസൻസ് ഒക്കെ പിന്നെ എടുക്കാം. വാ, നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് വരാം. ഈ ലൈസൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഈ റോഡിലോട്ടൊന്നും ഇറങ്ങത്തില്ല. ലൈസൻസ് ഇല്ലാതാണോ? ഈ കാറ്, ഈ ജിപ്സി, അപ്പുറത്ത് ഇനോവ, അതുകൊണ്ട് ഇല്ല കിടക്കുന്ന കാറുകൾ, ഇതെല്ലാം ഇവിടെ ഇട്ടേക്കുന്നത്. ഇത്രയും വണ്ടിയുടെ ഓണറാന്നേ ഉള്ളൂ. എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ഇനി നിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. ഞാൻ ലേണേഴ്സ് എടുക്കാൻ പോവാ, അറിയാം. പൈസ ഞാൻ അയച്ചിട്ടുണ്ട്, മേടിച്ചോണ്ട് പോക്കട്ടെ. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോരാ ഇതൊക്കെ. അത് ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ എല്ല് വെച്ച ബോർഡിലേ
വണ്ടി ഓടിച്ചോളാം കേട്ടോ ഇയാൾ പോയിട്ട്. ഓ ആയിക്കോട്ടെ. ആ ഇതിനകത്ത് ആരാര് നിർബന്ധിച്ച് എങ്ങോട്ട് ലൈസൻസ് എടുക്കാൻ കൊണ്ടുവന്നേ? ഇവനെ ഞാനാ വിളിച്ചോണ്ട് വന്നേ. ആണല്ലേ? എന്നാലേ ആ വിളിച്ചോണ്ട് വന്നാൽ ഈ മാങ്ങയും കൊണ്ട് വെളിയിലോട്ട് പോകും. എന്താന്ന് വെച്ചാ കാര്യങ്ങളൊക്കെ നീക്കിട്ടെ വീട്ടിലോട്ട് വന്നേക്ക്. ഞാൻ മാങ്ങ പോയി തിന്നിട്ട് തരാം. ഓ ഇടാ ഇടാ ഇടാ. നല്ല ചിരി. പോയേ ആ എക്സാം എഴുത് അകത്തോട്ട്. അവൻ എന്നോട് ദേഷ്യം കാണുമായിരിക്കും അല്ലയോ? ഞാൻ എന്നെ വിളിച്ചോണ്ട് വന്നേ. ഇതെങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കും? നിന്റെ ഇതായിരിക്കും. ഇതൂടെ ശരിയായിരുന്നു, ഓക്കെ ആയിരുന്നു. ചേച്ചി ചേച്ചി അവനെ വിളിച്ച് പറയാം. ഹലോ പറയടാ. പിന്നെ ഞാൻ ലേണേഴ്സ് ജയിച്ചു കേട്ടോ. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ദേഷ്യം? എനിക്കൊരു ദേഷ്യം ഇല്ലടാ. ഇല്ലയോ? ഇല്ല. ഉറപ്പാന്നേ? ഉറപ്പടാ. ഇത്ര പേരെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുവിട്ടേക്കുന്നു. അവർക്കെല്ലാം കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. എടാ നിനക്ക് ലൈസൻസ് കിട്ടാത്തോണ്ടേ എന്നോടെന്താ നിനക്ക് ദേഷ്യമൊന്നും ഇല്ലാത്തത്? അതിനൊരു കാരണമുണ്ട്. എന്ത്? ഞാനിപ്പോഴേ 20,000 രൂപ കൊടുത്ത ഒരു ഡ്രൈവറിനെ വെച്ച് വെക്കുന്നേ. അപ്പൊ ഇനിയെ പൈസ ലാഭിക്കാമല്ലോ. നിനക്ക് ലൈസൻസ് ഉണ്ടല്ലോ. എച്ചെടുത്തപ്പോഴേ ആ കമ്പനി തട്ടുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ 500 രണ്ട് താഴെ കാണിച്ചപ്പോഴേ ഞാനൊന്ന് അടങ്ങിയേ. അപ്പൊ ഇത് മര്യാദയ്ക്ക് എടുത്തോണം കേട്ടോ. ഇതിനകത്ത് നോ കോംപ്രമൈസ്. മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ഒന്നുമില്ല, ലൈസൻസും ഇല്ല, ഒരു പിണ്ണാക്കും ഇല്ല. ആ ബെൽറ്റ് ഇട്. സാറേ എന്റെ പാൻറിന്റെ ബെൽറ്റ് ടൈറ്റാ. ഓഞ്ഞ കോമഡി അടിക്കാതെ ആ സീറ്റ് ബെൽറ്റ് അങ്ങോട്ട് പിടിച്ചിട് കേട്ടോ. ആ കൈ അങ്ങോട്ട് കാണിയില്ലേ? ഇങ്ങോട്ടാണോ? ആ കൈ എടുത്ത് വെളിയിലോട്ട് വളവില്ലയോ? സിഗ്നൽ പറഞ്ഞോ? ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരും വരുമോ? അതാരാന്നറിയാവോ? അത് മെയിൻ ആർട്ടിയുടെ വണ്ടി. അത് എന്തോ ചീത്തയാണോ വിളിക്കുന്നത്? അല്ല സാർ ചെവിയുടെ കീഴിൽ വന്നു. ചെവിയുടെ കീഴിൽ വന്ന് പലതും പറയും. എന്താ വെച്ചാൽ ചീത്ത വിളിക്കുന്നുണ്ടോ? വണ്ടി ഓടിക്കണമെങ്കിൽ മര്യാദ ഓടിച്ചോണം കേട്ടോ. സാറേ എനിക്കൊരു സംശയം. ആ സംശയം നല്ലതാണ്, ചോദിച്ചോളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഇൻട്രസ്റ്റിംഗ്. സാറേ നമ്മൾ ഭയങ്കര സ്പീഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അന്നേരം നമ്മൾ റിവേഴ്സ് ഇടുക. അപ്പോൾ അതേ സ്പീഡ് വണ്ടി പുറമോട്ട് പോയിക്കൊണ്ടിരിക്കും. പുറമോട്ട് പോകത്തില്ലയോ? അതെ, എന്തിനായിരുന്നു വിളിച്ചേ? നാളെ മുതൽ നിന്റെ പഴയ പോസ്റ്റിലോട്ട് നീ വരണം. ഇതുവാ സ്കൂട്ടർ ഓടിക്കാൻ ആ പറ്റത്തില്ല. അങ്ങനെ വരണമെങ്കിൽ എനിക്ക് തന്നോണ്ടിരുന്ന ശമ്പളം ഇരട്ടിയാക്കി തരണം. 40,000? ആ എടാ ഈ സ്കൂട്ടർ ഓടിക്കാനാ? എന്താ ഈ വെയിലും മഴയും കൊണ്ടുകൊണ്ട് ഓടിക്കുന്ന എനിക്ക് വിലയില്ലയോ? വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ല വെക്കണ്ട, നിർബന്ധമൊന്നുമില്ല. എനിക്ക് റൂപ്പിടമുണ്ട്.